മെമ്പറായിട്ടാണ് 500. കായിൻ്റെ ഒരു 50,000 റുപ്യ. എടാ 20-ാം തീയതി കല്യാണം പൈസ ഉണ്ട്. പക്ഷെ കല്യാണ ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് 20-ാം തീയതി അല്ലേ കല്യാണം? ചങ്ങായി അന്തൊക്കെ എനിക്ക് ഒരു 1,00,000 റുപ്യ തരാന്ന്. കല്യാണം നമുക്ക് ഉഷാറാക്കി നടത്താം. ഫുള്ള് ഞാൻ അയച്ചു 50,000 റുപ്യ. അല്ല ബാബു 20-ാം തീയതി തരില്ല 1,00,000 റുപ്യ? തരുവേ. അങ്ങനെയാണെങ്കിൽ ഞാൻ 50 തരാം. ഞാൻ പോയിട്ട് വന്നോ. ആയിക്കോട്ടെ ഞാൻ തരാം. പിന്നെ അടുത്ത ആഴ്ച നമുക്ക് ചെക്കന്മാരെ കൂട്ടിയിട്ട് നമുക്ക് പന്തലിടണ്ടോ? അതിന്റെ പന്തല് നമ്മൾ ചെക്കന്മാരിടണേ. ആ ഫുള്ള് ഞാൻ ആയിട്ട് പന്തലൊക്കെ എല്ലാവർക്കും കൊടുത്തോളാം. ആദ്യ ടീമിനാണ് കൊടുത്തോളാം. നമ്മളൊന്നും അവിടെ വന്നിട്ടണ്ട. വെറുതെ ചെക്കന്മാർക്ക് കുറേ ചെലവാക്കാൻ ഫുള്ള് ഞാൻ ആയിട്ട്. ഒരു ആശ്വാസമായി. 50 റുപ്യ കൊണ്ടുവന്നാ കേട്ടോ. ബാബു പൈസ കിട്ടിയാ? ഏത് പൈസ? ഞാൻ തരാനുള്ള 20 കാട്ടിയാ. എനിക്ക് 20 തരാളെ 9-ാം തീയതി ഇരട്ടിയാക്കി തന്നെ. എന്റെ കിശ എത്തുള്ള കാട്ടിയാ. ബാബു എന്റെ ആകെ ഒരു 5 ഉറുപ്പ ഉള്ളടാ. 9-ാം തീയതി തരില്ലേ? എനിക്കിപ്പോ ടോട്ടൽ എത്ര? 20 25 ഇതൊക്കെ പാടെ ഞാൻ ഒരു 9-ാം തീയതി 40 റുപ്യ ആക്കി തരും. എന്റെ പറ്റ് കൊറേ എന്നെ കായ് വരാ. ഒന്നാം ആഴ്ച 9-ാം തീയതി ഫുള്ള് പൈസ തരും. പിന്നെ നിങ്ങൾ ഈ ലിസ്റ്റുള്ള സാധനം കൂടിയാണ് വെച്ചാണ്ടേ ഒരു ഓട്ടോറിക്ഷക്കാണ് പെരക്കട വിട്ടാണ്. എടാ എന്റെ കാറ് ബാഗ് കൊണ്ടുപോയിട്ട് 9-ാം തീയതി കൊടുക്കുന്നതാണ് ഇത്ര കൊടുന്നില്ല. എന്റെ കല്യാണ കോളായ മാറ്റിയടാ. കജിലുള്ള കായ ബാബുവിന് കൊടുത്തുനിന്ന് 10-ാം തീയതി പോകാൻ വിളിച്ചിട്ട് കിട്ടണില്ല ചങ്ങായി. എത്തങ്ങായി തരാൻ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതിന്റെ പുറമെ മിഞ്ഞാന്ന് നാട്ടിൽ 5 റുപ്യ പിന്നെയും വാങ്ങിപ്പോയി. എന്തൊക്കെ മരങ്ങൾക്ക് മൂടോട്ട്. എടാ ആ ബാവില്ലേ 9-ാം തീയതി കായ് കണ്ടമാനം കായ് വാങ്ങിന അങ്ങോട്ടൊക്കെ ഇജോനെ കണ്ടോടെങ്കിലും. പൊന്നാര ചങ്ങന്മാരെ ആ 9-ാം തീയതി ഓണം മെമ്പർ ഇല്ലേ അതെടുത്തീനാ ചങ്ങായി. അതും പ്രതീക്ഷിച്ചാണ്ടാണ് നിങ്ങളോട് പൈസ വാങ്ങിയതോനെ. ഈ പേരും പറഞ്ഞ് സകല അങ്ങാടിയിൽ നിന്നും എല്ലാവരും പറ്റിച്ച് നടക്കാ ചങ്ങായി. ഓണം മെമ്പർ അടിച്ചതോ വേറെ ഏതോ നാട്ടിലുള്ള ആൾക്കാർക്കാ. നിങ്ങൾ അതും പ്രതീക്ഷിക്കുക. ഇവിടെ ആ ചങ്ങായിന്റെ പേരെന്റെ ഉടായിപ്പ് ബാബു എന്നാ. എന്റെ കല്യാണം എന്റെ വണ്ടി